ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭുവനസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വിഘ്നേശ്വര മഹേശ്വര പാർവദേവി അമ്മേ ഭഗവതി നമോ നമോ. സുബ്രഹ്മണ്യ സ്വാമി, അയ്യപ്പസ്വാമി, ഋഷികേ, ദുർഗാദേവി, ഭദ്രകാളി, ലക്ഷ്മി. നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. 2026 പൊതുവിൽ പറയുന്നത് പോലെ തന്നെ വളരെ ഭാഗ്യദായകമായൊരു വർഷമാണ് മിക്ക നക്ഷത്ര ജാതർക്കും. യോഗങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും യോഗങ്ങളുണ്ട്. പക്ഷേ പൊതുവായി ഭാഗ്യദായകമായിരിക്കുന്ന ഒരുപാട് യോഗങ്ങൾ, അതായത് മനുഷ്യർക്ക് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മാറ്റം സംഭവിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള യോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നൊരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. അത് മനുഷ്യർക്ക് മാത്രമല്ല, സ്വാഭാവികമായി പ്രകൃതിക്കും അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഭരണതലത്തിന് അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. പൊതുവിൽ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകൾക്കും അതിൻ്റെ മാറ്റങ്ങളുണ്ടാകും. വളരെ ഗുണകരമായ മാറ്റങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു മാറ്റങ്ങളിലൊന്നാണ്. ആദിത്യ മംഗള യോഗം ഫെബ്രുവരി 2 ആരംഭിക്കുകയാണ്. ആയതുകൊണ്ട് ആ യോഗത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ വ്യക്തമാക്കാൻ പോകുന്നത്. അതായത് സൂര്യനാണല്ലോ ആദിത്യൻ, അതുപോലെ തന്നെ ചൊവ്വയ്ക്ക് നമ്മൾ മംഗളൻ എന്നും പറയാറുള്ളത് അറിയാമല്ലോ. അപ്പോൾ ആദിത്യനാകുന്ന സൂര്യനും മംഗളനാകുന്ന ചൊവ്വയും തമ്മിൽ ഒരേ രാശിയിൽ എത്തിച്ചേരുന്ന വ്യവസ്ഥിതിയാണ്. സൂര്യനും ചൊവ്വയും, അതായത് ആദിത്യനും മംഗളനും ഒരേ രാശിയിൽ ഒരേ വ്യവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. അതിലൂടെ ഉടലെടുക്കപ്പെടുന്ന സർവ അഭിവൃദ്ധിദായകമായിരിക്കുന്ന ആ യോഗം അനുഭവിക്കുവാൻ ഭാഗ്യമുള്ള 5 രാശിക്കാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന സൂര്യൻ ഗ്രഹവ്യവസ്ഥയിൽ രാജാവായി നിൽക്കുന്ന തലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗ്രഹങ്ങളുടെ രാജാവ് തന്നെയാണ് സൂര്യഭഗവാൻ. ചൊവ്വ മംഗളകാരകനായിട്ട് വന്നു ചേരുന്ന വ്യവസ്ഥിതിയാണ് സൂര്യനോടൊപ്പം ചേരുമ്പോഴുണ്ടാകുന്നത്. ആ ചേർച്ചയിൽ ഉടലെടുക്കപ്പെടുന്ന ആദിത്യ മംഗള രാജയോഗം, അത് രാജയോഗ തുല്യമായ യോഗം തന്നെയാണ്. അതിനെ നമ്മൾ കുജാദിത്യ രാജയോഗം എന്നും പറയാറുണ്ട്. സൂര്യനും ചൊവ്വയും എപ്പോഴാണോ ഒരേ രാശിയിലെത്തുക, ഒരേ രാശിയിൽ സംഗമിക്കുക, അപ്പോൾ ആ രാശിയിലാണ് ആദിത്യ മംഗള യോഗം ആരംഭിക്കുന്നത്. ആദിത്യ മംഗള യോഗം ഫെബ്രുവരി 2 തുടങ്ങുകയാണ്. ആദിത്യ മംഗള യോഗത്തിൻ്റേതായിരിക്കുന്ന ഭാഗ്യം അനുഭവിക്കുന്നവർക്ക് 2026 തുടങ്ങി 2027 ഏകദേശം ഒരു മാർച്ച് വരെയുള്ള സമയത്തിൽ അതിൻ്റേതായ ഗുണഫലങ്ങൾ അനുഭവിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ യോഗം നടക്കുന്ന രാശിയെയും ആ രാശിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളെയും ഭാഗ്യമുള്ളവർ എന്ന് തന്നെ പറയേണ്ടി വരുന്നു.
ആദ്യമായി മേടക്കൂറിനാണ് ഈ ഭാഗ്യം വന്നു ചേരുന്നത്. അശ്വതി, ഭരണി, കാർത്തികകാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടക്കൂർ വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആദിത്യ മംഗള യോഗത്തിലൂടെ അനുഭവ സിദ്ധമാകാൻ പോകുന്നത്. മേടത്തിൻ്റെ അധിപൻ ചൊവ്വയാണല്ലോ, അതായത് മംഗളൻ ആയതുകൊണ്ട് തന്നെ ആദിത്യ മംഗള യോഗത്തിൻ്റെ ഏറ്റവും നല്ല തരത്തിലുള്ള ഒരു അനുഗ്രഹം മേടക്കൂറുകാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മേടക്കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് പൊതുവിൽ 2026 പലതുകൊണ്ടും സൗഭാഗ്യദായകമായി മാറുകയാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരം കൂടിയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുയോജ്യമായ സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യ മംഗള രാജയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്ന ഭാഗ്യം. ഭരണപരമായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉറപ്പായും ലഭിക്കുന്ന തരത്തിലേക്കാണ് അവരുടെ ഭാഗ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. ആദിത്യ മംഗള രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പ്രമോഷൻ സാധ്യതകൾ വളരെ കൂടുതലാവുകയാണ്. അതുപോലെ തന്നെ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളഗതിയിൽ നല്ല വർധനവുണ്ടാകുന്നു തുടങ്ങി വളരെ വളരെ ഉയർന്ന തരത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള എല്ലാ വഴികളും ഇവർക്ക് മുമ്പിൽ തുറന്നു കിടക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഭരണപരമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായ മാറ്റം 100% ഉണ്ടാകും. ഒരുപക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് പോലും അവരുടെ കയ്യിലേക്ക് വരുന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ മാറ്റം, ഇന്നലെ വരെ വാങ്ങിക്കൊണ്ടിരുന്ന ധനത്തിൻ്റെ മാറ്റം, അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ ജോലിക്കിരിക്കുന്നവർ, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പൊതുവിൽ പറയാം, ബ്ലോക്ക്, അതുപോലെ തന്നെ ജില്ലാ ഭരണ സമ്പ്രദായങ്ങൾ, സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ കളക്ടറേറ്റ്, ഇതുപോലെയുള്ള ഭരണപരമായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും രീതിക്ക് പൊതുവിലൊരു മാറ്റമുണ്ടാകാൻ പോവുകയാണ്. മേടക്കൂറിലാണ് ജനിച്ചതെങ്കിൽ തീർച്ചയായും അവർക്ക് പ്രൊമോഷൻ സാധ്യതകളുണ്ടാകും, സാമ്പത്തിക മേന്മയും ഉണ്ടാകും. അതുപോലെ തന്നെ സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ലഭിക്കും. വളരെ വളരെ ഭാഗ്യദായകമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യ മംഗള യോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്ന ഭാഗ്യം. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ മേന്മയും തൊഴിൽപരമായ മേന്മയും സാമ്പത്തിക മേന്മയും ഒക്കെ തന്നെ ആദിത്യ മംഗള യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂറുകാരിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അമിതമായ ആത്മവിശ്വാസം കൊണ്ട് എടുത്തുചാടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കരുത്. ശരിക്കും അറിവുള്ളവരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങി പുറപ്പെടാവൂ. നിങ്ങളുടെ വ്യവസ്ഥകൾ കൊണ്ട് ഭാഗ്യദായകമാണ് എന്നുള്ളത് കൃത്യമായിട്ട് വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങക്കൂർ. ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണല്ലോ. സൂര്യനും ചൊവ്വയും സൗഹൃദപൂർണമായിട്ട് ഒരുമിച്ച് ചേരുകയാണ് ഫെബ്രുവരി 2-ന്. അതിലൂടെ ഉണ്ടാകുന്ന ആദിത്യ മംഗള രാജയോഗത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ചിങ്ങം രാശിക്കാർക്കും ലഭിക്കും. സൂര്യൻ്റെയും ചൊവ്വയുടെയും സൗഹൃദമായിരിക്കുന്ന ചേർച്ചയുടെ അടിസ്ഥാനത്തിൽ ചിങ്ങം രാശിക്കാർക്ക് വളരെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. 2026 കഴിഞ്ഞ് 2027 മാർച്ച് മാസം വരെ ആദിത്യ മംഗള യോഗത്തിൻ്റേതായിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ചിങ്ങക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് ഭാഗ്യമുണ്ടാകും. തടസ്സപ്പെട്ട് കിടക്കുന്ന പല ജോലികളും പൂർത്തീകരിക്കുവാൻ കഴിയും. തടസ്സപ്പെട്ട് കിടക്കുന്ന പല പദ്ധതികളും, ചിങ്ങക്കൂറുകാർ ബന്ധപ്പെട്ടു നിൽക്കുന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിയും. ആദിത്യ മംഗള രാജയോഗത്തിൻ്റെ അനുഗ്രഹം അങ്ങനെയാണ് ഇവരിൽ വന്ന് നിറയുന്നത്. പദ്ധതികൾ പലതും പൂർത്തീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം പ്രശസ്തിയും അതുപോലെ സമ്മാനങ്ങളും ഒക്കെ ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യവും ചിങ്ങക്കൂറുകാരായ നക്ഷത്രജാതർക്കുണ്ട് എന്നുള്ളതാണ്. പിതാവിൽ നിന്നോ പിതൃതുല്യരായവരിൽ നിന്നോ പ്രത്യേക സഹായങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം, അതുപോലെ തന്നെ വലിയ ഭാഗ്യം, ഇവ രണ്ടും ഉണ്ടാകാനുള്ള വഴി ആദിത്യ മംഗള യോഗത്തിലൂടെ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ചിങ്ങക്കൂറുകാരായിരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥകളിൽ നിലനിൽക്കുന്ന നക്ഷത്രജാതർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന വർഷം കൂടിയിട്ടാണ് 2026.
സ്വാഭാവികമായും നേതൃത്വ നിലവാരത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയും. അതുപോലെ തന്നെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളുടേതായിരിക്കുന്ന പ്രശംസകൾ പിടിച്ചുപറ്റാനാകും. അതുപോലെ വലിയ വഴിത്തിരിവ് രാഷ്ട്രീയത്തിലുണ്ടാക്കിയെടുക്കുവാനും കഴിയും. അങ്ങനെയൊക്കെയുള്ള സർവഭാഗ്യങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്കുണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ദേഷ്യം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിയന്ത്രണ വിധേയമല്ല എങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബപരമായ ബന്ധുക്കൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു വിരോധമോ അകൽച്ചയോ ഉണ്ടാകാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ദേഷ്യത്തെ നിയന്ത്രിക്കണം എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾക്കിഷ്ടമില്ലാത്തത് കേട്ടിട്ട് അവിടെ നിൽക്കാതെ പോവുക, അല്ലാതെ പ്രതികരിക്കാൻ നിൽക്കാതെ ഇരിക്കുക. പ്രതികരണശേഷി ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് കിട്ടേണ്ടുന്ന പല നല്ല വഴികളും നഷ്ടമാകും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വിദേശ വ്യവസ്ഥകൾ പരമായുമുള്ള എല്ലാ ഭാഗ്യങ്ങളും ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുമെന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികക്കൂർ. വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വയാണല്ലോ. ആയതിനാൽ ഇവർക്ക് ആദിത്യ മംഗള രാജയോഗത്തിലൂടെ സർവഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രജാതരായി മാറുകയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ മേന്മ വളരെ അധികം വർദ്ധിച്ചു നിൽക്കുന്നത് 2026 കാണാനാകും. 2026 എന്ന് പറയുന്ന വർഷം പരിപൂർണമായും വൃശ്ചിക രാശിക്കാർക്ക് സമ്പത്തിൻ്റെ കാലം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. വലിയ സാമ്പത്തിക മേന്മയുള്ള ലോട്ടറി ഭാഗ്യം ഉൾപ്പെടെയുള്ളതെല്ലാം തന്നെ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം ആദിത്യ മംഗള യോഗത്തിലൂടെ ഇവർക്ക് ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് അത് നടക്കുക തന്നെ ചെയ്യും. എന്ന് മാത്രമല്ല, വിദേശ ജോലി എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു തലത്തിലേക്കല്ല പറയുന്നത്. വളരെ ഉയർന്ന നിലവാരത്തിലേക്കുള്ള ജോലിയിൽ തന്നെ പ്രവേശിക്കുവാൻ കഴിയും. ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടി വിജയിച്ചു നിൽക്കുന്ന വൃശ്ചികം രാശിയിലെ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യത്തിൽ പോകാനും അവിടെ ജോലി ചെയ്ത് പഠിക്കാനുമുള്ള ഭാഗ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. കടബാധ്യതകൾ തീർക്കാനാവും, ശത്രുക്കളുടെ മേൽ വിജയം നേടാനാവും. കായിക രംഗത്തുള്ളവർക്കും സൈനിക മേഖലയിലുള്ളവർക്കും 2026 വളരെ അനുഗ്രഹീതമായ വർഷമാകും. ആരോഗ്യ രംഗത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദം പോലെയുള്ള അസുഖങ്ങൾ വന്നു ചേരാനിടയായ സാഹചര്യം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അത് ശ്രദ്ധിക്കണം. ചെറുതായിട്ട് എങ്കിലും അത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ അതിന് മെഡിക്കൽ സഹായം തേടിക്കൊള്ളുക എന്നത് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോൾ അത് പിന്നെ പൊക്കോളാം, പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിയാൽ അന്നേരം തന്നെ മെഡിക്കൽ സഹായം തേടി അതിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും വിദേശ മേഖലയിലും സാമ്പത്തിക മേഖലയിലുമൊക്കെ പുതിയൊരു ഉണർവോടു കൂടിയ ഒരു വർഷമായിട്ട് 2026 നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയും. തന്നെയുമല്ല, കുജാദിത്യ രാജയോഗം അഥവാ ആദിത്യ മംഗള യോഗം നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക തന്നെയാണ്. ആയതുകൊണ്ട് സൗഭാഗ്യദായകമാണ് 2026 വർഷം എന്ന് നമുക്ക് കൂടുതൽ അനുമാനിക്കാം, ചിന്തിക്കാം. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുക്കൂർ. ധനു രാശിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്തോ കർമ്മസ്ഥാനത്തോ ആയിരിക്കാം ആദിത്യ മംഗള യോഗം രൂപപ്പെടുന്നത്. ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നത് എടുത്തു പറയേണ്ടുന്നത് തന്നെയാണ്. അതായത് കർമ്മസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ്. ജോലിപരമായത് അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികപരമായിട്ടുള്ളത്, അങ്ങനെയുള്ള ഭാഗ്യമേഖലകളെല്ലാം തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും ഭാഗ്യം നിലനിൽക്കുന്ന മേഖലകളായി മാറും. ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് ആദിത്യ മംഗള യോഗം നിലനിൽക്കുന്നത്. ഉന്നത പഠനത്തിന് വഴിതെളിക്കുന്ന ഈ നക്ഷത്രജാതർക്ക് വളരെ അനുകൂലമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ധനുക്കൂറിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രജാതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു നല്ല സമയമാണ് 2026.
വിദ്യാഭ്യാസ മേഖലയിൽ ഏതു നിലവാരത്തിൽ വരെ എത്തുവാൻ നിങ്ങൾക്ക് ഈ വർഷം കഴിയുമോ ആ നിലവാരത്തിൽ വളരെ വിജയപൂർവ്വം എത്തുവാൻ കഴിയുന്ന അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഭാഗ്യ പരീക്ഷണങ്ങളിൽ വലിയ തോതിൽ അല്ലെങ്കിൽ കൂടി വിജയസാധ്യത വളരെ കൂടുതലുണ്ട്. അത് വളരെ വലിയ തോതിൽ ഇപ്പോൾ ഭാഗ്യക്കുറി എടുക്കുക, അല്ലെങ്കിൽ വിദേശ ഭാഗ്യക്കുറി, വിദേശ ലോട്ടറി പോലെയുള്ള വ്യവസ്ഥകളൊക്കെ, അതിൽ നമുക്ക് കൈ നിറയെ പണം കിട്ടിയില്ലെങ്കിലും നമുക്ക് ജീവിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള സമ്പത്ത് കിട്ടുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൂര യാത്രകൾ വഴി വളരെയധികം ഗുണമുണ്ടാകും. ഒരുപക്ഷെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലിന് വേണ്ടിയിട്ടായിരിക്കും ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നത്, അതല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക വ്യവസ്ഥകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇതൊക്കെ വിജയകരമായി ഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സഹോദരങ്ങളുമായി പണമിടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബന്ധങ്ങൾക്ക് അകൽച്ചയുണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സ്നേഹപരമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചിലപ്പോൾ ചിലത് മറക്കേണ്ടി വരും, ചിലപ്പോൾ ചിലത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. സ്നേഹത്തിന് മികവുണ്ടാകുന്ന തരത്തിലാകട്ടെ നിങ്ങളുടെ സാഹോദര്യപരമായിരിക്കുന്ന പണമിടപാടുകളെന്നേ എനിക്ക് പറയാനാവുകയുള്ളൂ. ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവം നടത്താം എന്നുണ്ടെങ്കിൽ മാത്രമേ സഹോദര സ്ഥാനീയർക്ക് ധനം നൽകാവൂ. നൽകുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. പക്ഷേ അത് ഒരു പക്ഷേ കിട്ടിയില്ല എങ്കിൽ, തിരികെ കിട്ടിയില്ല എങ്കിൽ പിന്നെ വഴക്കും വക്കാണത്തിലും അവസാനിക്കാത്ത തരത്തിലേ അത് കൊടുക്കാവൂ. പിന്നെ ആരോഗ്യപരമായ വ്യവസ്ഥകൾ പ്രത്യേകം സൂക്ഷിക്കണം. ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എന്തെങ്കിലും രോഗത്തിൻ്റെ വ്യവസ്ഥകൾ കാണുകയാണെങ്കിൽ അതിനുള്ള മെഡിസിൻസുകൾ കഴിച്ച് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വലിയ ഉന്നതിയാണ് ധനുക്കൂറുകാർക്ക് 2026 വരാൻ പോകുന്നത്. വിശേഷിച്ചും ആദിത്യ മംഗള യോഗം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും വളരെ സന്തോഷകരമായ ജീവൽ പശ്ചാത്തലങ്ങളൊക്കെ ഉണർന്നുണർന്നു വരും. ദാമ്പത്യപരമായിരിക്കുന്നത് വളരെ ശാന്തവും സന്തോഷപരമായിരിക്കുന്ന ഒരു മുമ്പോട്ടുള്ള പോക്കായിരിക്കും. കുടുംബപരമായ അന്തരീക്ഷത്തിലും ശാന്തതയും സന്തോഷവും ഒക്കെ നിലനിൽക്കും. എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ ഒരു വർഷമായിരിക്കും 2026. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകക്കൂറ്. കർക്കിടകത്തിന് ചൊവ്വ യോഗകാരകനാണ്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫലം നൽകുന്ന ഗ്രഹമെന്നർത്ഥം. കർക്കിടകത്തിന് ചൊവ്വ ഗ്രഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കാൻ പോവുകയാണ്. ചൊവ്വ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുവെങ്കിലും ചില അവസരങ്ങളിൽ വളരെ അനുഗ്രഹദായകനാണ് ചൊവ്വ. ശനി നമുക്ക് ദോഷകാരകനാണെന്ന് ചിന്തിക്കപ്പെടുമ്പോഴും ശനിയെ പ്രീതിപ്പെടുത്തിയെടുത്താൽ 4 ഇരട്ടി ഫലങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എന്ന് പറയും പോലെ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ഗ്രഹത്തിൻ്റെ അനുഗ്രഹം വളരെ അതായത് 100 മടങ്ങ് ഫലപ്രദമായി മാറുന്ന അവസ്ഥയാണ്. ഭാഗ്യത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് കർക്കിടക കൂറുകാർക്ക് വന്നു ചേരാൻ പോകുന്നത്. സ്വന്തമായ വീട്, സ്വന്തമായ വാഹനം, അതുപോലെ തന്നെ സ്വന്തമായ വസ്തുവകകൾ തുടങ്ങിയവയെല്ലാം സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് ആദിത്യ മംഗള യോഗത്തിലൂടെ കർക്കിടകം രാശിക്ക് വന്നു ചേരാൻ പോകുന്നത്. തൊഴിൽ രംഗത്തെ മത്സരങ്ങളിലെല്ലാം തന്നെ വിജയിക്കുവാൻ സാധ്യമാകും. ഗവൺമെൻറ് പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട പരീക്ഷകളിലെല്ലാം വലിയ വിജയങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസാണ് കാണുന്നത്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴിയൊരുങ്ങും. എന്ന് പറഞ്ഞാൽ കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം 2026 ജനുവരി മാസം മുതൽ, നാളെ ആദിത്യമംഗള രാജയോഗം രൂപപ്പെടുന്നു എങ്കിലും ജനുവരി മാസം മുതൽ കർക്കിടക രാശിക്കാർക്ക് ഭാഗ്യമുണ്ട്. മറ്റ് പല യോഗങ്ങളും കർക്കിടകം രാശിയിൽ വന്നു ചേരുന്നുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 2026 തുടങ്ങി 2027 മാർച്ച് മാസം വരെ വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു മുന്നോട്ടുള്ള പോക്കായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ അശ്രാന്ത പരിശ്രമം, കഠിന പ്രയത്നമൊക്കെ വേണ്ടിവരും. അലസമായിരിക്കുന്ന മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഒഴിവാക്കി വിട്ടാൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ധനത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ വർഷമാണെന്ന് പറയേണ്ടി വരുന്നു. അത്ര വലിയ അനുകൂല തലമാണ് 2026 ഇവർക്കുണ്ടാകാൻ പോകുന്നത്. അസുഖസ്ഥയായി നിൽക്കുന്ന അമ്മയുടെ രോഗാവസ്ഥയിലൊരു മാറ്റം തന്നെ കാണാൻ സാധിക്കും. സൂര്യപ്രീതിക്കായിട്ട് എല്ലാ ദിവസവും രാവിലെ ശിവപഞ്ചാക്ഷരിയായ ഓം നമഃ ശിവായ 108 പ്രാവശ്യം ജപിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി, അങ്ങനെ അനുഗ്രഹം ലഭിച്ചാൽ ചൊവ്വയിലുണ്ടാകുന്ന ദോഷവ്യവസ്ഥകൾ മാറിക്കിട്ടുകയും
അതിലൂടെ സൗഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. അതിനായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽ അഭിഷേകം നടത്തുക, കുമാര സൂക്ത പുഷ്പാഞ്ജലിയും നടത്തുക. ഞായറാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവ ആദിത്യമംഗള യോഗത്തിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകും. ചുവന്ന പരിപ്പ്, ഗോതമ്പ് തുടങ്ങിയവ ആവശ്യക്കാർക്ക് ദാനം ചെയ്യുക എന്നുള്ളതും ആദിത്യമംഗള യോഗത്തിന് ഏറ്റവും ഗുണകരമായിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദിത്യമംഗള യോഗത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ 5 രാശിക്കാർക്ക് ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം മറ്റ് നക്ഷത്ര ജാതർക്കും ഇതിൻ്റേതായ അനുഗ്രഹങ്ങളുടെ ഏകദേശ രൂപമെങ്കിലും ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.